പുതിയ ഫോണോ ടാബോ ഒക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. കാരണം അടുത്ത മാസം വരാൻ പോകുന്ന കുറച്ച് ഫോണുകളുടെയും ടാബിന്റെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്കമിംഗ് ഫോൺസ്, മെയിൽ വരാൻ പോകുന്ന ഫോണുകൾ. ആദ്യം തന്നെ മെയ് 7-ാം തീയതി ആപ്പിളിന്റെ ഒരു ഇവന്റ് വരുന്നുണ്ട്. അതിനകത്ത് ഐപാഡ് എയർ, ഐപാഡ് പ്രോ, ഐപാഡിന്റെ പുതിയ പെൻസിൽ അതൊക്കെ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ ആക്സസറീസും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഐപാഡുകളുടെ ലോഞ്ച് നടക്കാൻ പോവാണ്. സോ ടാബ് ഒക്കെ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും ആപ്പിളിന്റെ ഐപാഡുകൾ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ. 7-ാം തീയതിയാണ് ലോഞ്ച് വരുന്നത്. നല്ല പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഫോണുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവോയുടെ V30e എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2-ാം തീയതിയാണ്, മെയ് 2-ാം തീയതിയാണ് ലോഞ്ച് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസർ ആയിരിക്കും അത് ഉണ്ടായിരിക്കുക. 5500 mAh ബാറ്ററി ഉള്ള ഫോൺ. അത് ഉണ്ടായിട്ട് പോലും അത്രയും സ്ലിം ആയ ഒരു ഫോൺ വേറെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. വളരെ സ്ലിം ആയ കർവ്ഡ് ഡിസ്പ്ലേക്കുള്ള AMOLED ഡിസ്പ്ലേ ഉള്ള നല്ലൊരു ഫോൺ ആയിരിക്കും. നല്ലൊരു വിവോ ഫോൺ ആയിരിക്കും വിവോ ഇറക്കാൻ പോകുന്നത്. സോ വിവോ ഫോണുകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, വിവോയുടെ ആ ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. 2-ാം തീയതിയാണ് ലോഞ്ച്. ഇനി അടുത്തൊരു നല്ല ഫോൺ, എല്ലാവരും കോമ്പറ്റീഷൻ ലെവലിൽ ഗംഭീരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫോണാണ് പോക്കോ F6. കഴിഞ്ഞ മാസമൊക്കെ വരുമെന്ന് പറഞ്ഞ് കേട്ടിരുന്നെങ്കിലും ഈ മാസമാണ് അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 പ്രോസറൊക്കെ ആയിട്ടാണ് വരിക. അതിൽ തന്നെ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഗംഭീര പെർഫോമൻസ് ഉള്ള ഫോൺ. IQ Neo 9 Pro ആണ് ഇപ്പോൾ 30-35 റേഞ്ചിൽ ഏറ്റവും നല്ല ഫോൺ ആയിട്ട് നിൽക്കുന്നത്. അതിനേക്കാൾ കുറഞ്ഞ പ്രൈസിലായിരിക്കും ഈ ഫോൺ വരിക. അതിനേക്കാൾ മികച്ച പെർഫോമൻസ് സെറ്റപ്പ് ആയിട്ട് 6.67 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ, 2400 nitsന്റെ ലെവലുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. നല്ല ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ 50 MP മെയിൻ ക്യാമറ, 8 MP വൈഡ് ആംഗിൾ ക്യാമറ, 20 MP സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, അതിൽ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, ഇങ്ങനെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ കൂട്ടത്തിൽ കേൾക്കുന്നുണ്ട്. സോ പോക്കോ F6 അത്യാവശ്യം നല്ലൊരു ഫോൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് സാംസങ് ഒരു നല്ല ഫോൺ ഇറക്കുന്നുണ്ട്. നല്ല മീൻസ് ഡിസൈൻ വെച്ച് ഒരു വ്യത്യസ്തമായ സമീപനം അവർ കൈക്കൊള്ളുകയാണ്. ലെതർ ഡിസൈനുള്ള സാംസങ് ഫോൺ, അതാണ് ഗാലക്സി A55 എന്ന ഫോൺ. സോ നിങ്ങൾക്ക് സാംസങ്ങിൽ ഒരു ലെതർ ഡിസൈനുള്ള ഫോണൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും F55 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും, ഇന്ത്യൻ വേരിയന്റിന്റെ സ്പെക്കും കാര്യങ്ങളും നമുക്ക് അറിയില്ലെങ്കിലും മറ്റ് പല കൺട്രീസിലും ലോഞ്ച് ചെയ്ത വേരിയന്റുകൾ ഒരു C55 എന്ന പേരിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അതിന്റെ ഒരു സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രോസറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ പ്രോസറാണ്. 120 Hzന്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്, 50 മെഗാപിക്സലിന്റെ ക്യാമറയുണ്ട്. ഓവറോൾ ഒരു ഡീസന്റ് സ്പെക്ക് കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വില കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് നല്ല ഫോണാണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ വില എത്രയാണെന്ന് എനിക്ക് ഇപ്പോഴേക്കും അറിയില്ല. എന്തായാലും F55 ലെതർ ബാക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അടുത്ത മാസമുണ്ട്. പിന്നെ ഗാലക്സി F15ന്റെ 8GB റാം മോഡൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കോളൂ. 8GB റാം ചില ആൾക്കാർ ചോദിച്ച് കണ്ടു. സോ ചെക്ക് ചെയ്യാം. ഇനി അടുത്തൊരു നല്ല ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ പ്രോ നമ്മൾ കണ്ടു. ഇത് 50 ഫ്യൂഷൻ എന്ന ഫോണാണ്. 6.7 ഇഞ്ച് വരുന്ന POLED ഡിസ്പ്ലേയും Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിലുണ്ടായിരിക്കും ഡിസ്പ്ലേയുടെ ഭാഗത്ത്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസസർ ആയിരിക്കും. ആൻഡ്രോയിഡ് 14 വരുന്നു. 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള ക്യാമറയും ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ലൊരു ഫോണായിരിക്കും മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടാവും. വരുമ്പോൾ നമുക്ക് അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. ഇനി അടുത്ത 2-3 ഫോണുകൾ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും അടുത്ത മാസം പ്രതീക്ഷിക്കാവുന്ന 1-2 ഫോണുകൾ എന്ന് പറയുന്നത് ഒന്ന് IQ Z9X എന്ന ഫോണാണ്. 15000 താഴെ വരുമെന്നാണ് മനസ്സിലാവുന്നത്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസറും 6000 mAh ബാറ്ററിക്കാണ് അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ 120 Hzന്റെ LCD ഡിസ്പ്ലേ, അതേപോലെ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. 15000 താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 13-12 വരുമെന്ന് തോന്നുന്നു. കാരണം ഈ സ്പെക്ക് കേട്ടിട്ട്. Z9X IQന്റെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ചിലപ്പോൾ അഗ്രസീവായ പ്രൈസിങ് അവർ നടത്തിക്കളയും. അത് ഗംഭീരമാവാൻ സാധ്യതയുണ്ട്. Z9X കേട്ടോ. അടുത്തൊരു സംഗതിയാണ് Pixel 80A ടെൻസർ G3 പ്രോസറൊക്കെ ആയിട്ട് വരുമെന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും അവൈലബിൾ അല്ല. വരട്ടെ, വന്നിട്ട് തന്നെ പറയാം. Pixel 80A അങ്ങനെ ഒരു മോഡൽ വരാൻ വേണ്ടി ആരെങ്കിലൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളും. മിക്കവാറും അടുത്ത മാസം പ്രതീക്ഷിക്കാം Pixel 80A. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോഞ്ച് ഉണ്ട്, OnePlus Nord 4. അത് ഈ മാസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ മെയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 പ്രോസർ ഉണ്ടായിരിക്കും. 5500 mAh ബാറ്ററി ഉണ്ടായിരിക്കും. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടായിരിക്കും. 120 Hzന്റെ AMOLED ഡിസ്പ്ലേ, ഡുവൽ ക്യാമറ സെറ്റപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് OnePlus Nord 4ൽ നമ്മൾ ലീക്ക് ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഇൻഫർമേഷൻ ലീക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. OnePlus Nord 4 ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യും. സോ അപ്പോൾ ഈ പറഞ്ഞ ഫോണുകളാണ് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഭയങ്കരമെന്ന് പറയാവുന്ന തരത്തിലുള്ള ഫോണുകൾ എന്ന് പറയാൻ 2-3 ഒന്ന് സാംസങ് A55 അല്ലെങ്കിൽ പോക്കോ F6. പിന്നെ ഈ പറയുന്ന OnePlus Nord 4 വന്നാലായി അതും അത്യാവശ്യം ഗംഭീര സാധനങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. ബാക്കി അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങളൊന്നും അടുത്ത മാസം ഇല്ലെന്നാണ് മനസ്സിലാവുന്നത്. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം. സോ അത്രയുമാണ് അപ്കമിംഗ് ഫോൺസിൻ്റെ ഒരു വീഡിയോ. കൂടുതൽ ഫോണുകളൊന്നും കാണുന്നില്ല ഈ മാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.